സ്പെഷ്യൽ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ 10 മണിയാകുമ്പം ജോലി സ്ഥലത്ത് എത്തിയാൽ മതി. നോർമൽ സ്കൂൾ ടൈമിംഗ് പോലെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു 9:45 വീട്ടിൽ നിന്ന് ഇറങ്ങാം, 5 മിനിറ്റ് ദൂരെയുള്ളൂ. രാവിലെ കഴിക്കാനുണ്ടായത് പുട്ടും കടലാണ്. എൻ്റെ ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ആണ് പുട്ടും കടല്. ഇതുണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു 2 പുട്ടെങ്കിലും കഴിക്കും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ സ്കൂളിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പാറേൻ്റെ മുകളിലാണ്. പാറേൻ്റെ പേരാണ് കൂളിപ്പാറ. നമ്മൾ പണ്ട് ഇവിടെ കളിക്കാനെല്ലാം വരലുണ്ട്. രാത്രി ആയി കഴിഞ്ഞാൽ കൂളി ഇറങ്ങുന്നല്ലാന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പേരിട്ട. പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല നട്ടപ്പൊരി വെയിലാണ്. അതുകൊണ്ട് തന്നെ ആദ്യം വന്നാലും ഞാൻ എൻ്റെ ജനലും വാതിലെല്ലാം തുറന്നു. പിന്നെ ഇന്നലത്തെ മെസ്സെല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം എൻ്റെ ഫസ്റ്റ് സെഷൻ തുടങ്ങും. എല്ലാ സ്കൂളും ഇപ്പം അടക്കുന്ന സമയമാണല്ലോ. പക്ഷെ നമ്മളെ സ്കൂളിൽ 1 മാസം മാത്രമേ വെക്കേഷൻ ഇല്ലൂ കേട്ടോ. കണ്ണിനൊരു ഇറിറ്റേഷൻ ആയിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ സ്പെക്സ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സ്ക്രീൻ ടൈമും മൈഗ്രെയിനും ഉള്ളതുകൊണ്ട് സ്പെക്സ് ഇട്ടിട്ട് എനിക്ക് എന്നെ കാണുമ്പോൾ സലീം കുമാറിന് ഓർമ്മ വരും. ഇനി ഒരു ചന്ദനത്തിരിയും കൂടി കുറവേലോ. ഇതാണ് എൻ്റെ ഫസ്റ്റ് സെഷൻ ലെസൺ. ഒരു സെഷൻ വരുന്നത് 45 മിനിറ്റ്സ് ആണ്. അപ്പം എനിക്ക് ഒരു 5-6 സെഷനാണ് ഡെയിലി വരുന്നത്. ചിലപ്പോൾ കുട്ടികളെ മൂഡ് അനുസരിച്ച് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ. വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ്ലി നമ്മൾ ഫ്ലാഷ് കാർഡ്സ് കാണിക്കുന്നതിനേക്കാളും ഇതുപോലെ അവരെ കൊണ്ട് ചൂസ് ചെയ്തെടുപ്പിക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഒരു ബുക്കിൽ നിറയെ പിക്ചേഴ്സ് ഉള്ളതിനേക്കാളും ഒരു ഫ്ലാഷ് കാർഡിൽ ഒരു പിക്ചർ വെച്ച് കാണിച്ചു കൊടുക്കുമ്പോഴായിരിക്കും കൂടുതൽ എളുപ്പം പഠിപ്പിക്കാൻ. അങ്ങനെ രാവിലത്തെ തെരപ്പി എല്ലാം കഴിഞ്ഞ് 1 മണി ആയിട്ടുണ്ട്. 1 മണിയായ ലഞ്ച് ബ്രേക്ക് ആണ് കേട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇന്ന് കറിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. സ്കൂളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് ഇവിടെ നിന്ന് തന്നെ കിട്ടും. കുട്ടികളെല്ലാം ഓൾറെഡി കഴിച്ചു കഴിയാനായിട്ടുണ്ട്. ഇന്നത്തെ കറി നല്ല തോരയും നരമ്പൻ വറവാണ്. ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് ചക്കയും അച്ചാറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു 2 തെരപ്പിയും കൂടി ഉണ്ട്. ഇനിയിപ്പോൾ വല്ല പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിന്റെ പ്രാക്ടീസ് ആയിരിക്കും. കഴിക്കുന്നതിനിടയിൽ ചെറുതായിട്ടൊന്ന് ഫോൺ ഓഫ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ശരിടാ, ബൈ.